ഓടുന്ന മനുഷ്യനാ. ഇടിയല്ല, ഇടിവെട്ടേറ്റെന്ന്. സത്യം പറയാല, ഈ വീട്ടിലിതേ ഇങ്ങനെ ഇരിക്കണ ബാത്റൂം ഉണ്ട്, ഇങ്ങനെ ഇരിക്കണ ബാത്റൂം ഉണ്ട്. അവിടെ ഒന്നും അയാൾക്ക് ഇരിക്കണ്ട. അയാൾക്ക് ദേ ആ വാഴയുടെ മൂട്ടി പോയിട്ട് ഇങ്ങനെ ഒഴിച്ചാൽ അയാൾക്ക് പറ്റുള്ളൂ. അല്ലേ എന്റെ ദൈവമേ, ഇപ്പതേ ആ ഇടിവെട്ടിനെ മൂത്രം ഒഴിച്ച് വിളിച്ചു വരുത്തിയേക്കണ്. അപ്പുറത്തെ ജംഗ്ഷനിൽ നിന്ന് ആരെങ്കിലും എന്തെങ്കിലും സ്വകാര്യം പറഞ്ഞാലേ എന്റെ ചേട്ടൻ ഇവിടെ ഇരുന്നത് കേക്കും. എന്താടാ അല്ല എന്താ മാവാ? എന്താണ് ഇവിടെ കിംബചന്തി? എന്താന്ന്? കിംബചന്തി മാവ ചന്തിയല്ല, കിംബദന്തി. അതങ്ങനെയായിരുന്നു. എടി ഇവനെ പറ്റിയാ ഞാൻ കേട്ടത്. ഇവനെന്താ പറ്റിയത്? അമ്മാവി ഇന്നലെ രാത്രി ഒരു ഇടിമിന്നൽ ഉണ്ടായില്ലേ? ആ ഇടിമിന്നൽ ആഘാതത്തിൽ എന്റെ ചേട്ടന്റെ കേൾവി ശക്തി കൂടി. അയ്യോ, സാധാരണ പോകാറല്ലേ ഉള്ളത്? ഡബിൾ മടങ്ങായിട്ട് ഇപ്പൊ കൂടിയേക്കുന്നേ. ഇപ്പൊ അപ്പുറത്തെ വീട്ടിൽ ഒരു ചേച്ചിക്ക് ഒന്ന് ചുമക്കാനോ തുമ്മാനോ എന്തിന് സമാധാനത്തോടെ ഒരു വാക്ക് സംസാരിക്കാൻ പോലും പറ്റാത്ത. സത്യം പറയാലോ, ഒരു മുട്ടുസൂചി താഴെ വീണവരെ എന്റെ ചേട്ടനത് വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റും. ഞാനിപ്പോ എന്താ വിചാരിക്കണെന്നറിയാമോ? ഇതൊന്നും കേൾക്കാതിരിക്കാൻ വേണ്ടി 2 ബണ്ണ് ചെവിയിൽ ഇങ്ങനെ വെച്ച് കൊടുത്ത് ഇരുത്തിയേക്കാൻ. നോക്കിക്കേ, ബേക്കറിയിൽ ഇരിക്കണ ബർഗർ കണക്കില്ലേ? ആയിട്ടുണ്ട്. എടിയേ, ഇന്ന് വൈകിട്ട് വേറെ കറിക്ക് മേടിച്ചിട്ടുണ്ടോ? ഇല്ല, മീൻകറി വെച്ചിട്ടുണ്ട്. എന്നാ മീൻകറി ഉണ്ടല്ലോ, അടുക്കളയിരുന്ന് പൂച്ച തിന്നോണ്ടിരിക്കുന്നു. പൂച്ച നിങ്ങളൊക്കെ കേൾക്കാൻ പറ്റൂ? എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. എനിക്കെല്ലാം കേൾക്കാൻ പറ്റുന്നേ. പിന്നെ അതെ, നമ്മുടെ സദാശിവൻ ചേട്ടന്റെ സെറ്റ് ബെല്ലാണല്ലേ? അതെങ്ങനെ മനസ്സിലായി? അല്ല, പുള്ളി ആ സെറ്റ് ബെല്ല് ഊരിട്ടുണ്ടല്ലോ, വെള്ളത്തിൽ മുക്കണ ശബ്ദം ഞാൻ കേട്ട്. അതും കേൾക്കാൻ പറ്റുന്നുണ്ട്. സൈലൻസ്. അയ്യോ, എന്ത് കരച്ചിലാണ് ചെക്കൻ? ആ ചെക്കൻ ഭയങ്കര കരച്ചില്. മറ്റേ കോമഡി മാസ്റ്റേഴ്സിലെ അർജുനില്ലേ, ഭയങ്കര കരച്ചിലവൻ. അതും പണ്ട കരയണത്. എന്നെ വിളിച്ചില്ലേ, കോമഡി മാസ്റ്റേഴ്സിൽ എന്നെ വിളിച്ചില്ലേ എന്ന് പറഞ്ഞ് മൂക്കളിപ്പിച്ച് കരയോണ്ടിരിക്കാണ് ചെക്കൻ. പുള്ളി വീട്ടിൽ നിന്ന് കരയണം, നീ കേട്ടാ? അതിന് കേൾക്കാൻ പറ്റുന്നത്. അയ്യോ എന്താണ്? അയ്യോ അയ്യോ എടി, ആ പൂച്ചണ്ടല്ലോ, അടുക്കളന്ന് പാത്രം തട്ടിരുന്ന ശബ്ദം. അത് അടുക്കള പാത്രം തട്ടിയിട്ടല്ല, എന്റെ ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ വന്നതാണ്. അതായിരുന്നോ? അടുക്കളേക്ക് അങ്ങാനം കേറി കഴിഞ്ഞാ മുട്ടിന്റെ ചേരട്ട ഞാൻ തല്ലി ഓടിക്കും. ഇല്ല, ഞാൻ കേറൂല. അയ്യ, മാമന്റെ കാര്യമല്ല പറഞ്ഞത്. എന്നിട്ട് വന്നേ, ഇവിടെ കണ്ട കുറെ ഉറുമ്പുകൾ കണ്ട? ആ ഉറുമ്പുകളെല്ലാം കൂടിയില്ല കൂട്ടം ചേർന്ന് സംസാരിക്കാണ്. എന്താ പറയണേ? ഈ ഉറുമ്പ് ആ ഉറുമ്പിന്റെ അടുത്ത് പറഞ്ഞേ, പഞ്ചാര പാത്രം ഇവിടെ ഇരിക്കണെന്ന്. അപ്പൊ ഈ കുണ്ടിയുള്ള ഉറുമ്പുണ്ടല്ലോ, അത് പറയുന്നത് നേരെ പോയിട്ട് ലെഫ്റ്റിലേക്ക് തിരുമ്പോ അടുക്കളുണ്ട്, അവിടെ ഷെൽഫിലുണ്ട് പഞ്ചാരന്ന്. അല്ല, ഈ ഉറുമ്പൊക്കെ വർത്തമാനം പറയണ കേൾക്കാൻ പറ്റുമോ? എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. ഇവർക്ക് ഈ മലയാളത്തിലാണ് പറഞ്ഞത്. നമ്മളിപ്പോ മലയാളം ചാനലല്ല വർക്ക് ചെയ്യണത്, മലയാളത്തിലല്ലേ സ്കിറ്റ് കളിക്കണത്. അപ്പൊ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്ന മലയാളത്തിലുള്ള ഉറുമ്പുകളാണ് കാണുന്നത്. എനിക്കറിയാൻ പാടില്ല, ഇതെന്താണ് ചേട്ടാ? കന്നഡയിൽ ഒരു ഉറുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. അടിപൊളി, സൂപ്പർ സൂപ്പർ. വേറൊന്നില്ല, നമ്മുടെ ഈ കോമഡി ആയിട്ടുണ്ടല്ലോ, ആ ഉറുമ്പുകൾ ചിരിച്ച് തലയും ചല്ലി പോണതാണ്. പിന്നെ പൂച്ചക്ക് മുള്ളോട് കഥയിലെ ഉറുമ്പിനെ വളർത്താൻ പോണത്. 2 പേര് ഇവിടെ കിടന്ന് ബഹളം വെക്കല്ലേ? ഞങ്ങളതിന് ബഹളമൊന്നും വെച്ചില്ലേട്ടാ. നിന്റെ കാര്യമല്ല പറഞ്ഞത്. ഇവളുടെ തലയിരിക്കുന്ന 2 പേനുകളുണ്ടല്ലോ, ഭയങ്കര തർക്കം അവിടെ കിടന്ന്. എന്താ പറഞ്ഞു? ഒരു പേൻ പറയണേ ഇന്ന് ഇവിടെ ചൂടുവെള്ളത്തിൽ കുളിക്കുള്ളൂ, അപ്പൊ മറ്റേ പേൻ പറയണേ ഇല്ല ഇന്ന് തണുത്തോളത്തിൽ കുളിക്കുള്ളൂ. 2 പേരെ ഞാൻ പറ്റിക്കും, ഒരാഴ്ചത്തേക്ക് ഞാൻ കുളിക്കൂല. ഞാൻ വിചാരിച്ചു എന്റെ തല ഒരു പേനായിരിക്കും. മാമന്റെ തല പേനൊക്കെ ഉണ്ടാ? അതെന്ത് വർത്താനടി പറഞ്ഞത്? എല്ലാ പേനുകൾക്കും ഉണ്ടാവൂലേ ഇതുപോലെ ഒരു ടർഫിൽ കളിക്കണം. പിന്നെ നീ എന്നെ ഹാസ്യവൽക്കരിച്ചു. ഞാൻ ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കൂല. എന്നാ ഇതുവഴി അങ്ങ് ഇറങ്ങിപ്പോ. എപ്പ കേറണം എപ്പ ഇറങ്ങണമെന്ന് തീരുമാനിക്കുന്നതേ ഈ ദാസ. അപ്പൊ ദാസല്ല, ഗ്യാസ്. ഞാൻ പറഞ്ഞപ്പോഴാ ഓർത്ത് വണ്ടി ഇത് വന്നിട്ടാ ഭയങ്കര ഗ്യാസ്. എടി ബാത്റൂം എവിടെയാടി? അയ്യോ, എനിക്ക് ഭയങ്കര കാര്യമാണ്, പക്ഷെ ഇവളും തലേന്ന് ഒഴിഞ്ഞു മാറണ്ടേ. താന്റെ കാര്യമല്ല, നിന്റെ കാര്യമാണ് പറഞ്ഞത്. എന്റെ കാര്യം എന്താണ്? ആ പുറകിരിക്കണ ഓറഞ്ച് ഡ്രസ് ഇട്ട പെണ്ണുണ്ടല്ലോ, ആ പെണ്ണ് അപ്പുറത്തിരിക്കുന്നവനോട് പറയണേ, ചേട്ടാ ചേട്ടാ ആ ചേട്ടൻ കൊള്ളാലേ, ആ ചേട്ടന്റെ കല്യാണം കഴിച്ചാൽ എങ്ങനെ ഉണ്ടാവുമെന്ന്. എന്താ ഉദ്ദേശം? എന്താണ്? എന്റെ ചേട്ടന്റെ തൊലി വളിപ്പ് കണ്ടിട്ട്? തൊലി വളിപ്പല്ല, തൊലി വെളുപ്പ്. വളിപ്പാണ്. എന്റെ ചേട്ടൻ തൊലി വളിപ്പ് കണ്ടിട്ട് വളക്കാൻ നോക്കണ, വല്ല കമ്പിയും പോയി വളക്ക്, അല്ലാണ്ട് എന്റെ ചേട്ടൻ വളക്കാൻ നോക്കണ. എന്റെ അമ്മാവൻ ബാത്റൂമിൽ നിന്ന് ഒരു ഇറ് വിട്ടത് കേട്ടോ. സ്വരാക്ഷരങ്ങളും പോന്ന്, ചില്ലക്ഷരങ്ങാനും വന്നു കഴിഞ്ഞാൽ നിന്റെ മാമന്റെ കാര്യം തീർന്നു. ഈ കേരള പാടാവലി ഇവിടെ നിന്ന് പിടിച്ച് പുറത്താക്കാവാ. എന്റെ അമ്മാവൻ ആവശ്യമില്ലാണ്ട് വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ഉറക്കെ സംസാരിക്കല്ലേ? ഞാൻ എന്തുറക്കെ സംസാരിച്ചേട്ടാ? എന്റെ ചെവി പൊട്ടി പോകുന്നു. പതുക്കെ സംസാരിക്കേ, പതുക്കെ സംസാരിക്കടി. അത് അമ്മാവനെ പറഞ്ഞ് മനസ്സിലാക്കണം.
അങ്ങനെ ഒരു തെറ്റി പറ്റിയിട്ടുണ്ടെങ്കിൽ ഇനി അത് ആവർത്തിക്കരുത്. ഇത് പറഞ്ഞോ, എനിക്ക് കുഴപ്പമില്ല. അയ്യോ, വന്ദേ ഭാരത് അമ്മാവനാണ്. ആണാ? കിങ് കോങ് സിനിമയുടെ ട്രെയിലർ കണ്ടിട്ടുണ്ടോ? അമ്മാവനോല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ സംസാരിക്കണേ. ഓപ്പറേഷൻ തൂഫാൻ കഴിഞ്ഞ പെരുമ്പാവൂര് പോലെ കംപ്ലീറ്റ് കാര്യം. ഇവളെന്ത് വേഷം കെട്ടാണ് ഈ കാണിക്കണത്? എടേ, നീ എന്താ ഈ കാണിക്കണത്? അപ്പൊ എന്താ ഞാൻ പറഞ്ഞു അമ്മാവൻ കേട്ടില്ലേ? ഇല്ല. എന്നാ ഈ പറഞ്ഞതെല്ലാം നല്ല വ്യക്തമായിട്ട് ചേട്ടൻ കേട്ടിട്ടുണ്ട്. ആണാ? അയ്യോ എടാ, പിന്നെയും കേസ് കയറിയടാ, പിന്നെയും കേസ് കയറിയടാ. എന്നെ കുല്ല താഴത്തുല്ലാതെ നിൽക്കുക. എന്റെ ഗ്യാസ് മാമ. ഗ്യാസ് മാമനല്ല, ദാസുമാമൻ. എന്റെ ദാസ് മാമ. അയ്യേ, ഓ അമ്മാവ എന്തുവാ ഇത്? അമ്മാവനല്ല, അമ്മാവനല്ല, ഞാനല്ലട്ടാ. നിങ്ങളല്ല, അതല്ല. ഇന്നലെ ഒന്നും കഴിച്ചില്ലായിരുന്നല്ലേ? ആ ഗ്യാസ് ഉള്ളാറൊന്നും കഴിച്ചില്ലടാ. ആ വയറ്റി കിടന്ന കൊക്കപ്പുഴ തെറി പറഞ്ഞോണ്ടിരിക്കണം. എന്തെങ്കിലും കൊടുക്കാൻ പറയണേന്ന്. കൊക്കോപ്പുഴ പറയുന്നവരെ നീ കേട്ടാ? എനിക്കെല്ലാം കേൾക്കാൻ പറ്റുന്നേ. അയ്യോ, ഇത് വർക്കാവൂല. ഇത് വർക്കായില്ലെങ്കിൽ അമ്മാവനെ നന്നായിട്ട് വർക്കാവണുണ്ട്. അയ്യ, അതല്ല പറഞ്ഞത്. അത് കേറൂല. വന്നപ്പോ മോന്റെ എടുത്തിട്ട് അതാണ്. മോന്റെ നിക്കറിന്റെ കാര്യമല്ല പറഞ്ഞത്. ആ കോമഡി മാസ്റ്റേഴ്സിലെ ഷജീറും വിഷ്ണുപ്രിയും കൂടി കൗണ്ടർ പറഞ്ഞു. ആ കൗണ്ടർ കേറൂല എന്നാണ് ഞാൻ പറഞ്ഞത്. അത്രയും ദൂരെ നിന്ന് പ്രാക്ടീസ് ചെയ്യണം ഇവിടെ നിന്ന് കേട്ടാ? എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. എന്ത് കൗണ്ടറാ പറഞ്ഞേ? ഷജീർ വിഷ്ണുപ്രിയ അടുത്ത് പറഞ്ഞു, വിഷ്ണുപ്രിയെ ഒരു കൗണ്ടർ പറയൂന്ന്. അപ്പൊ വിഷ്ണുപ്രിയ ഒരു കൗണ്ടർ പറഞ്ഞു. എന്താ പറഞ്ഞേ? എൻകൗണ്ടർ. കൗണ്ടർ. ഇത് തന്നെ ഷജീറിന്റെ അടുത്ത് വിഷ്ണുപ്രിയ പറഞ്ഞു. അപ്പൊ എന്നെ ഷജീർ വേണമെങ്കിൽ പോയി. എന്തൊരു കൗണ്ടറാണോ അതൊക്കെ കേൾക്കാൻ പറ്റണ്ട. അത് കേട്ടെന്ന്. അത് കേട്ടപ്പോഴാണ് മനസ്സിലായത്. കേക്കണ്ടായിരുന്നു, കൊള്ളൂല. അല്ല, പിന്നെ അവരുടെ കൗണ്ടർ കേട്ടേ ഡയറക്ടർ സാറിന്റെ കുരു പൊട്ടിയ സൗണ്ട് ആക്കിയാണ്. എനിക്കറിയാൻ പാടില്ല. പിന്നെ രണ്ടുപേരോടും കൂടി ഒരു കാര്യം പറയാം, ശ്രദ്ധിച്ച് കേൾക്കണം. രണ്ടുപേരും വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ട് ബഹളം ഉണ്ടാക്കാണ്ട് പോയി കിടന്നുറങ്ങണം കേട്ടാ. അതെന്താ? നമ്മുടെ ദിലീപിന്റെ കല്യാണം കഴിഞ്ഞില്ലേ? അവനും ഭാര്യയും കൂടി പപ്പുറത്ത് വീട്ടിൽ വരും. ഇന്ന് അവരുടെ ഫസ്റ്റ് നൈറ്റ് ആണല്ലോ. അപ്പൊ നമ്മൾ ബഹളം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരു ഡിസ്റ്റർബൻസ് ആവും. അതുകൊണ്ട് പറഞ്ഞതാണ്. ദിലീപിന്റെ വീട്ടുകാരും മാത്രമേ വന്നിട്ടുള്ളൂ. ദിലീപും പെണ്ണും കൂടി ട്രിപ്പ് പോയേക്കുക. അതെന്താ മാമ അവർ അങ്ങനെ പരിപാടി കാണിച്ചു? വീട്ടില് ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കണവർ അവരെന്തിനും ഊട്ടി പോയത് ഭയങ്കര കഷ്ടമായി പോയില്ല. ഇന്ന് അവരുടെ ഫസ്റ്റ് നൈറ്റ് ആണ്. അവരുടെ മുറിയിൽ ചെറിയ മുക്കലും മൂളലൊക്കെ ഉണ്ടാവും. അത് താൻ ഒളിഞ്ഞ് കേക്കോന്നുള്ളത് കൊണ്ട് തന്നെ അവര് ട്രിപ്പ് പോയത്. പക്ഷെ എന്താലേ ഈ കേൾവി ശക്തി കൂടിയപ്പോ ഞാൻ ആദ്യം ഇട്ട പ്ലാൻ അതായിരുന്നു അവരുടെ ഫസ്റ്റ് നൈറ്റ്. അത് പോയി. അതല്ലെങ്കിലും അങ്ങനെയാണ്. ആലിപ്പഴം പഴുക്കുമ്പോ കാക്കയ്ക്ക് വാപ്പണെന്ന് പറഞ്ഞ പോലെയാണുള്ള അവസ്ഥ. ഈ ചെവി കൊണ്ട് ഒരു പ്രയോജനം കാര്യം ഉറപ്പായി. എന്നാ ആര് പറഞ്ഞു? ആര് പറഞ്ഞി? എന്താ ഞാനല്ല പറഞ്ഞത്? ഇപ്പൊ എടാ, നീ പറഞ്ഞല്ല, ഇതുകൊണ്ട് ഉപകാരമുണ്ട്. അതെ, ഗിന്നസ് കിട്ടിയ ആരെങ്കിലും കിട്ടിയ പരിപാടിയാണ്. ഗിന്നസ് കിട്ടിയതാ? ആടി, ഗിന്നസ് കിട്ടിയതൊക്കെ ലെജൻഡ് അല്ലേ? പിന്നെ എന്നിട്ടില്ലേ മുരളി ഗിന്നസ് അവിടെ നിന്ന് പിറകിക്കൊണ്ടിരിക്കണേ. അതല്ല പറഞ്ഞത്. നമ്മുടെ ഇവന്റെ ഈ ശബ്ദം ഉണ്ടല്ലോ, കേൾവി ശക്തി ഉണ്ടല്ലോ, ഈ കേൾവി ശക്തി കൊണ്ട് ഗിന്നസ് ബുക്കിൽ കയറാൻ പറ്റും. അത് മാമൻ പറഞ്ഞ കറക്റ്റാണ്. എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് കേൾക്കുന്ന ഞാൻ ഗിന്നസ് ബുക്കിൽ കയറും. അങ്ങനെ സംസാരം അവര് പറയണേ, ആ ശ്രീവിദ്യ പറയണേ, ഇവന് ഗിന്നസും കിട്ടില്ല, ഒരു കന്നാസും കിട്ടൂല. അല്ലെങ്കിൽ ശ്രീവിദ്യക്ക് എന്നെ കാണുമ്പോ ഒരു കുശുകുശുപ്പ് കൂടുതലാണ് കേട്ടോ. അതിന്റെ കുശുകുശുപ്പ് ഇങ്ങോട്ട് ഇറക്കാണ്ടിരിക്കല്ലേ? കുശുകുശുപ്പിന്റെ മെയിൻ ആളാ. അതാ ഞാൻ പറഞ്ഞത്. അതെ, അമ്മാവ നല്ല മഴക്കാറുണ്ട്. ഇനി എങ്ങനെ ഇടിവെട്ട് ഇടിവെട്ടോ? അങ്ങനെയാണ് ഞാൻ രക്ഷപ്പെട്ട്. കഴിഞ്ഞ ഇടിമിന്നലിലാണ് എനിക്ക് കേൾവി ശക്തി കൂടിയത്. ഇന്നത്തെ ഇടിമിന്നൽ ഞാൻ കൊണ്ടു കഴിഞ്ഞാൽ എനിക്ക് കാഴ്ച ശക്തി കൂടും. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഡബിൾ ഗിന്നസ് കിട്ടും. ഡബിൾ ഗിന്നസ്. അങ്ങനെയാണെങ്കിലേ ഞാൻ ആ മിന്നൽ ഒന്ന് കൊണ്ടിട്ട് വരാം. മിന്നൽ വാള കയ്യിലിട്ട പെണ്ണഴകേ. അവര് ഡബിൾ ഗിന്നസ്, അപ്പൊ എനിക്കൊരു സിംഗിൾ ഡബിൾ സൈഡ് ഗിന്നസ് എങ്ങനെ കിട്ടണ്ടേ? ഞാനും പോയിട്ട് വരാടി. ആക്രാന്തം നോക്കിക്കെ എന്റെ ചേട്ടന്മാർക്ക്. ദൈവമേ, എന്റെ ഭഗവാനെ, ഞാനൊരു 5 തേങ്ങെങ്കിലും ഉടച്ചോളാം. എന്റെ ചേട്ടൻ ഉച്ചം തന്നെ നോക്കി തന്നെ ഇടിവെട്ടണേ. എന്റെ ചേട്ടൻ ഗിന്നസ് കിട്ടി. മാമൻ പറഞ്ഞത് ശരിയാണ്. ഈ മഴക്കാലത്ത് ഒരു ചാക്കൊക്കെ എടുത്ത് പുറത്തിറങ്ങി കഴിഞ്ഞാൽ പാടത്ത് പോയാൽ ഒരുപാട് തവളകളെ കിട്ടും. എടാ, KSRTC നഷ്ടത്തിലാണ്, പക്ഷെ സർക്കാർ ശമ്പളം കൊടുക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? സണ്ണി ലിയോൺ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എടാ, അതാ പറഞ്ഞത്, കഞ്ഞി കുടിച്ച് കിടന്നാ സുഖമായിട്ട് ഉറങ്ങാം. അതനല്ലേ ഞാനും പറഞ്ഞത്. മാമോയ് പോയി. ചേട്ടാ, എന്റെ ദൈവമേ, ഇടിവെട്ടിവനെ പാമ്പ് പിടിച്ചെന്ന് കേട്ടിട്ടുണ്ട്. ഇതാദ്യോട്ടാ കേൾക്കണത്. എന്റെ ദൈവമേ, ഗിന്നസ് ബുക്കിൽ പേര് കേൾക്കാൻ വേണ്ടി പോയിട്ട് ഇപ്പൊ മെഡിക്കൽ കോളേജ് ബുക്കിൽ പേര് കേട്ടണ ലക്ഷണമാണല്ല. എന്റെ ദൈവമേ, നല്ല പാട്ട്. അടുത്ത പാട്ട് പാട്. ഞാൻ പറഞ്ഞൊന്നും ചേട്ടൻ കേട്ടില്ലപ്പാ. മെലഡി വേണ്ടപ്പോ പാടിയ പാട്ട് പറഞ്ഞു. എന്റെ ദൈവമേ, ഒരു പഞ്ച് ഡയലോഗ് അടിച്ചെനിക്ക് നിർത്തണമെന്നുണ്ട്. പക്ഷെ ഞാൻ പറയണമെന്ന് ഇവര് കേൾക്കൂലല്ലോ.
മിന്നലിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാന് ഹരിനോടും അലീനോടും ഒക്കെ ഒരു ചോദ്യം ചോദിക്കാൻ പോവാണേ. അതായത് മിന്നൽ നിങ്ങൾക്കാണ് ഏൽക്കുന്നതെന്നുണ്ടെങ്കിൽ എന്ത് സൂപ്പർ പവർ ആയിരിക്കും നിങ്ങൾക്ക് വേണ്ടി വരിക? നിപ്പില് എവിടെന്ന് വെച്ചാൽ അവിടെ പോകാൻ പറ്റണം. ഞാൻ വിചാരിക്കുന്നത് ഇപ്പൊ ഞാൻ വിചാരിക്കും എനിക്കിപ്പം യൂറോപ്പിൽ പോകണം, അങ്ങനെ പോകാൻ പറ്റും. അല്ലേ? അങ്ങനെ പോണമെന്ന് പറയുമ്പോ വേറെയും സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ അല്ല അവൻ ടെലികാസ്റ്റ് ചെയ്യുന്നോണ്ട് അതേ പറഞ്ഞുള്ളൂ. അത്രേ ഉള്ളൂ. ഓക്കെ, അടുത്തത് കൊല്ലത്ത് മിന്നലേറ്റ ഹരി. ഞാൻ എപ്പോ ചിന്തിക്കുന്നു അപ്പൊ അദൃശ്യനാവണം. എന്തിന് അതെന്തിനാ? അത് പുള്ളിക്കാരൻ അങ്ങോട്ട് പോകണ പുള്ളിക്കാരന്റെ അദൃശ്യനായിട്ട് പോവാലോ. അതല്ലല്ലോ നിന്റെ ഉദ്ദേശം. സത്യം പറ. ഹരി ആ. ഒരാൾക്കേ ഏക്കുന്നുള്ളൂ, അത് ഹരിക്കേ ഏറ്റുള്ളൂ. ഇനി എന്ത് ചെയ്യും? ഞാൻ അദൃശ്യനായിട്ട് പോവാ. ആരുടെ ഒക്കെ വേൾഡ് കപ്പ് കാണാൻ ആരുടെ കൂടെ പറയുമ്പോ പല വീട്ടിനകത്ത് പോവാം. അതൊക്കെ നമ്മൾ മോശമല്ലേ. മൊത്തത്തിലൊരു ദുരൂഹതയുണ്ട്. വേൾഡ് കപ്പ് മാത്രം യാത്ര എല്ലാരും വേൾഡ് കപ്പ് പിടിച്ച് തൂങ്ങണം. വേൾഡ് കപ്പ് ഒന്നും പക്ഷെ അവന്റെ മനസ്സിലെ വേൾഡ് കപ്പ് അതല്ല. അല്ല. എനിക്കത് കാണാം. സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കാതെ കയറാം. പോയിന്റ്. ഗേൾ ഫ്രണ്ടുമായിട്ട് ഇങ്ങനെ സിനിമ കാണാനൊക്കെ പോയപ്പോഴത്തേക്ക് ആരെങ്കിലും പൊക്കിയിട്ടുണ്ടോ? ഗേൾഫ്രണ്ട് ഇല്ല. ഓ, ഗുഡ് ക്വസ്റ്റ്യൻ, ഗുഡ് മൂവ്. പക്ഷേ ഫെയിൽ. ഇറ്റ്സ് ഓക്കേ. ഇല്ല. ഇപ്പൊ ഉള്ള കണക്കന്നെ ഇരിക്കണം, ഏജ് ആവാണ്ട്. ഇതാ കഴിവുണ്ടായിട്ട് കാര്യമില്ല, ചത്തു എന്തോ ചെയ്യും. ഇങ്ങനെ തന്നെ. അത് നല്ലൊരു കാര്യം. അതെ. എനിക്കും ഇതുപോലെ കേട്ടാ മതി മറ്റുള്ളവർ പറയുന്നേ. പക്ഷെ എന്താണെന്നറിയോ, കേട്ടാ നമുക്ക് പറയാൻ തോന്നും തിരിച്ച്. അതും കൂടി പറ്റണം. മീൻസ് നമ്മൾ കേൾക്കാണ്ട് കുറെ പേര് നമ്മളെ പറ്റി പറയുമല്ലോ. അത് സ്ഥിരം പറയാൻ നാട്ടിൽ ഫുൾ. എനിക്കതൊന്ന് കേൾക്കണം എന്നുണ്ട്. നാട്ടുകാർക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ളതൊക്കെ നമുക്ക് അറിയണം. ഗുഡ് വൺ, ഗുഡ് വൺ. ഈ പറഞ്ഞതന്നെ പറയുള്ളത്. എന്നത് വയസ്സാവരുത്, അതേ ഉള്ളു. അല്ല, ഇനി വേറെ പറ. ശരി, എന്നാ ചിരഞ്ജീവി ആയിക്കോട്ടെ. അത് ഇത് ഒന്ന് തന്നെയല്ലയോ? പക്ഷേ ഞാൻ ചോദിക്കാം, വിട്ടോ. ഞാൻ ഒരാളോട് ചോദിക്കുന്നു, ആ, ശ്വേത ചേച്ചിക്ക് മിന്നൽ അടിക്കുകയാണെങ്കിൽ സൂപ്പർ പവർ ചേച്ചിക്ക് വേണം. ഇപ്പൊ ചേച്ചി പറയും. ചേച്ചി വരണം. ഇപ്പഴന്നെ വേണല്ലേ? ഈ അവസ്ഥയിൽ, ഈ മഴയത്ത് മിന്നൽ ഈ മഴയത്ത് എവിടുന്ന് തുടങ്ങണം? ചേച്ചി, നാളത്തെ ന്യൂസ് പ്രതികരിച്ച് ശ്വേത. കൊറേ കാര്യങ്ങൾ. I'm waiting. ചേച്ചിട്ടാ ഹിന്ദി പറഞ്ഞാ മതി. Picture abhi baki hai mere dost. Nice, nice. ഇവിടെയും കൂടെ നോക്കട്ടെ, മിന്നലേക്കുവാണെങ്കിൽ. അല്ല, ഈ പുള്ളിക്കാർക്ക് ഏറ്റവും വെക്കണം. ഇത്ര ഹൈറ്റ് ഉള്ളൂ. ആ, ഇവന് ആദ്യം ഇടി. പെട്ടെന്ന് കേൾക്കും. ഒന്നുമില്ല, ഞാൻ നേരെ ഇസ്രായേലിൽ പോകും വൈഫിന്റെ അടുത്ത്. പോയിട്ട് 10 ദിവസമായിട്ടുള്ളൂ. അയ്യോടാ, അയ്യോടാ. മക്കള് പറ, എന്താ പറയാ? ഞാനും അത് തന്നെ പറഞ്ഞാ അമ്മയെ കാണാനോ? ഇത് പ്രാർത്ഥിക്കാനും പറ്റില്ലല്ലോ മിന്നലേക്കണെന്ന്. കഷ്ടല്ലേ. ശോ. പറ്റട്ടെ അല്ലേ? മിന്നലടിച്ചാൽ എനിക്ക് വീട്ടിൽ പോകണമെന്നുണ്ട്. ഏത് വീട്ടിൽ? അതെടുത്ത് പോവാലോ. ഇപ്പം കൊല്ലത്ത് പോകണമെന്നേ ഉള്ളൂ. മിന്നലടിച്ചാൽ എങ്ങനെയെങ്കിലും കൊല്ലത്ത് ബസ് ടിക്കറ്റ്. അയ്യോ, നമുക്ക് ഫ്രീ അല്ലേ? നമ്മൾ ഇവിടുന്ന് പോണം. അതിന്റെ അർത്ഥം മനസ്സിലായില്ലേ? എങ്ങനെയെങ്കിലും എനിക്ക് ഇപ്പൊ ഇവിടുന്ന് പോയാൽ മതി. അതാണ്. മിന്നലടിക്കുക, ഇടിവെട്ടെ, എനിക്ക് വീട്ടിൽ അതെ, നമുക്ക് കപ്പിൾസിന്റെ പൊന്നന്മാരുടെ കേക്കട്ടെ. മിന്നലടിച്ചു കഴിഞ്ഞാ പാവപ്പെട്ടവരെ സഹായിക്കുക. അതെങ്ങനെയാ? അത് അത് നമുക്കിപ്പം അല്ല, ഇപ്പം നമ്മളിപ്പോ ചിന്തിക്കുന്ന കാര്യം നമ്മുടെ കയ്യിൽ കിട്ടണം. മനസ്സിലായ? വിചാരിക്കുന്ന എന്തൊക്കെയാണോ വിചാരിക്കുന്നത് അത് അപ്പൊ തന്നെ കയ്യിൽ കിട്ടണം, സാധിച്ചു കിട്ടണം. ആ, സഹായിച്ചിടണം, അത്രേ ഉള്ളൂ. ശരി, അടുത്ത കേക്കട്ടെ എന്നാ. എനിക്ക് 2 കാര്യങ്ങളുണ്ട്. എന്നതാ? ഫസ്റ്റ്, എത്ര കഴിച്ചിട്ട് തടിക്കുന്നില്ല, എനിക്ക് തടിക്കണം. പിന്നെ ഇപ്പൊ ആരെങ്കിലും എന്നെ പറ്റി എന്തെങ്കിലും പറയുവാണെങ്കിൽ ഞാൻ എവിടെ നിന്നാലും അതെനിക്ക് അറിയാൻ പറ്റണം. അത് കൊള്ളാം, അത് കൊള്ളാം. അപ്പൊ നമ്മളെ സമാധാനം നഷ്ടപ്പെടും. ബേസിക്കലി കേട്ട് തടിക്കണം. എനിക്ക് മിന്നലടിച്ചാ എന്താ അറിയോ? പറ. ഒരു സൂര്യയുടെ 24 സിനിമയില്ലേ, അതില് പുള്ളി മറ്റേ ഏതെങ്കിലും നമുക്കിപ്പോ ഒരു സ്ഥലത്ത് നടന്ന സംഭവം റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. അവിടെ നമുക്ക് എത്തിയിട്ട് കാലഘട്ടന്മാർ സഞ്ചരിച്ചെത്താൻ പറ്റുമെന്നൊക്കെ പറയില്ല. സൂര്യ ചെയ്യുന്നില്ല അതില് ടൈം ട്രാവൽ. അതായത് രാഹുലും ശ്രീവിദ്യയും കൂടെ പ്രേമിച്ചല്ലേ കല്യാണം കഴിച്ച. അപ്പൊ രാഹുൽ ഇവളെ കാണാൻ പോയായിരുന്നു ഒരിക്കൽ. ആ കണ്ടുമുട്ടലില്ലായിരുന്നെങ്കിൽ അവൻ ഇങ്ങനെ ഒരു ദുരിതം ഉണ്ടാവൂല. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ആ ടൈമിലേക്ക് സഞ്ചരിച്ചിട്ട് രാഹുലെ നീ വാ, നമുക്ക് പോയി 2 എണ്ണം അടിക്കാം. അവിടെ പോയിട്ട് കാര്യം നടത്തി അവനെ വിളിച്ചോണ്ട് ഞാൻ എവിടെയും പോയിരുത്തി ഒരു കുപ്പിയൊക്കെ എടുത്തു കാര്യം സന്തോഷമാക്കി അവനെ കിഴക്കേക്കോട്ടെ പറഞ്ഞു. സൂപ്പർ. അതുകൊണ്ട് ഒരിക്കലും നിനക്ക് മിന്നലടിക്കൂല. കാരണം അവ അനുഭവിക്കാനുള്ള ഈ ഭൂമി അനുഭവം. അതുകൊണ്ട് നിനക്ക് ഒരിക്കലും മിന്നലടിക്കൂല. സ്ത്രീ വിദ്യക്ക് മിന്നലടിക്കുകയാണെങ്കിൽ നിനക്ക് മിന്നല്ല ഇടിയാണ് കേട്ടുള്ളത്. അത് വിട്. മിന്നലടിക്കുകയാണെങ്കിൽ എന്താണ് ആഗ്രഹം? എനിക്ക് മിന്നലടിക്കുവാണെങ്കിൽ ഞാൻ ഡാൻസ് കളിക്കും. തോന്നുമ്പോ ഡാൻസ്. ഈശ്വര, തിരിച്ചു പോകും. ഉത്തരം അറിയണം. ആ മിന്നൽ തിരിച്ചു പോകും. അപ്പൊ ഇവക്ക് മിന്നലടിക്കണേ ബാക്കിയുള്ളവരുടെ തലയിൽ ഇടുത്തി വീഴും. ഇനി മിന്നലടിക്കുന്ന വേണ്ട, ഇനി പറഞ്ഞുകൊടുന്ന അവർ നമ്മളടിക്കും. ചേച്ചി ബാറ്ററി എത്രയെന്ന് പറഞ്ഞോട് ചേച്ചി. ബാറ്ററി എത്രയാ നോക്കാം.
15,000 rupees ആണ് നേടിയിരിക്കുന്നത് ശ്വേത ചേച്ചി. യെസ് മിന്നൽ ഫാസ്റ്റിൽ കൊടുത്തു പൈസ. മിന്നൽ മണി. യെസ് സൂപ്പർ. കഴിച്ച്